ചിലപ്പോൾ ഞാൻ ചെന്നേരം ഇരിക്കും. വായിച്ച തിരുവെഴുത്ത് വളരെ പരിചിതമായ തിരുവെഴുത്താണ്. ഒന്നുകൂടെ വായിക്കാം. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. വളരെ ശാന്തമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം. പിന്തിരിഞ്ഞു പോകാനുള്ള കാരണമല്ല. അപ്പൊ അതിലുപരിയായിട്ട് പറയാം, നാം ആരും പിന്തിരിഞ്ഞു പോകരുത്. തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഈ എബ്രയീം ഗോത്രക്കാര് എന്തുകൊണ്ടാണ് പിന്തിരിഞ്ഞു പോയത്? വേദപുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, യാക്കോബിന്റെ മക്കള് 12 പേരാണ്. രൂബേൻ മുതൽ ബെന്യാമീൻ വരെ 12 പേരാ. വായിച്ചോ? ഇന്നാളോ ഇവിടെ ഒന്ന് വായിപ്പിച്ചതാ, ഒന്നുകൂടെ ഒന്ന് വായിച്ചു. 49 അധ്യായത്തിന്റെ 1ഉം 2ഉം ഉൽപ്പത്തി. ചെടിയിടാന്ന് വായിക്കണം, തെറ്റിക്കാതെ വായിക്കണം. 49ന്റെ 1ഉം 2ഉം ഉൽപ്പത്തി. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവിൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാരെ, കൂടി വന്ന് കേൾപ്പീൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവിൻ. രൂബേനെ, രൂബൻ ആദ്യത്തെ ആളാ രൂബൻ. 5-ാം വാക്യം. ശിമയോനും ലേവിയും. 8-ാം വാക്യം. യാക്കോബിന്റെ പുത്രന്മാർ. 8-ാം വാക്യം. യഹൂദയെ 13-ാം വാക്യം. സെബുലൂൻ സമുദ്രതീരത്ത് വസിക്കും. സെബുലൂൻ 14. ഇസ്സാഖാർ അസ്ഥിബലമുള്ള 17. ദാൻ വഴിയിൽ ഒരു പാമ്പും. 19. ഗാദോ 20. അശേരോ 21. നഫ്താലി 22. യോസേഫ് 27. ബെന്യാമീൻ. എനിക്ക് ബെഡലിയൊന്നും തിരിക്കാൻ വയ്യ. അപ്പോൾ യാക്കോബിന് 12 മക്കള്, 4 സ്ത്രീകളിൽ കൂടിയാ, റാഹേലും ലേയായും ബിൽഗയും ശില്പയും. എന്നാൽ എബ്രയീം നമുക്കറിയാം, നിങ്ങൾക്കറിയാം, യാക്കോബിന്റെ പുത്രനല്ല, മറിച്ച് യോസേപ്പിന്റെ പുത്രനാ. യോസേപ്പിന് മിസ്രയീമിൽ വെച്ച് ജനിച്ച കുട്ടിയാണ് ഈ ബെന്യാമീൻ. വായിച്ച ഉൽപ്പത്തി 41ന്റെ 50-51. പെട്ടെന്ന് ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേപ്പിന് 2 പുത്രന്മാര് ജനിച്ചു. അവരെ ഓലിനെ പുരോഹിതനാകുന്ന പോത്തിഫേറയുടെ പുത്രി ആസനത്ത് പ്രസവിച്ചു. സകല കെട്ടതയും പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കിയെന്ന് പറഞ്ഞ് യോസേപ്പ് തന്റെ അതിനെ മനേഷ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ 2ാമത്തവന് എബ്രയീം എന്ന് പേരിട്ടു. അപ്പോൾ യോസേപ്പിന് മിസ്രയീമിൽ വെച്ച് ജനിച്ച 2ാമത്തെ കുട്ടിയാണ് എബ്രയീം. എബ്രയീം എന്ന വാക്കിന്റെ ഒരർത്ഥം വർധനവെന്ന. ഞാൻ വിവരിച്ചു പോകുന്നില്ല, 1-2 കാര്യങ്ങൾ പറഞ്ഞങ്ങ് നിർത്താം. അതുപോലെ ശാരീരിക ക്ഷീണമുണ്ട്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് പല ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. പ്രാർത്ഥിച്ചതിന് നന്ദി. കസാര ഇഞ്ഞ് തരികയെന്നേ. ഇതൊന്ന് മാറ്റി. തരിക എന്നാ നല്ലതാ. അൻപോടിറങ്ങി എൻ്റെ കമ്പമൊഴിച്ചിടുമതീൻ, അൻപോടിറങ്ങി എൻ്റെ കമ്പമൊഴിച്ചിടുമതീൻ, ഉമ്പർപ്പുമാനുറച്ചതിൻപം സനാതനമേ, ഉമ്പർപ്പുമാനുറച്ച സനാതനമേ. രാജാതിരാജ സുരലോകരാജ, രാജാതിരാജ സുരലോകരാജ. കാണായ വിശ്വമിത കാണുമല്ല കാഴ്ചയിലോ, കാണായ വിശ്വമിത കാണുമല്ല കാഴ്ചയിലോ, ചേണാർന്ന നിന്മഹിമ ചേരും സനാതനമേ, ചേണാർന്ന നിന്മഹിമ ചേരും സനാതനമേ. രാജാതിരാജ സുരലോകരാജ, രാജാതിരാജ സുരലോകരാജ. ലോകാഗതി
സുരലോകനാഥനമേ രാജാതി രാജ സുരലോകനാഥ രാജാതി രാജ സുരലോകരാജ ക്രൂശിൽ മരിച്ചതിനാൽ അജയുളവാക്കിയെന്റെ ക്രൂശിൽ മരിച്ചതിനാൽ അജയുളവാക്കിയെന്റെ ക്ലേശം ഹരിച്ചു ഭുവനേശൻ സനാതനമേ ക്ലേശം ഹരിച്ചു ഭുവനേശൻ സനാതനമേ രാജാതി രാജ സുരലോകരാജ രാജാതി രാജ സുരലോകരാജ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റ. അപ്പോൾ ശ്രദ്ധിക്കുക, യാക്കോബിന് ജനിച്ച കുട്ടിയല്ല എബ്രയീം. വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവദാസന്മാരും പഠിച്ച് തിട്ടമുള്ളവരും ഒക്കെ ഇവിടെ പുറകിലും ഫ്രണ്ടിലും ഒക്കെ ഇരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചില ചിന്തകൾ പെട്ടെന്ന് ചെറിയ ഇളക്കം വല്യമ്മയുടെ പല്ല് പോലെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പരുവത്തിന് നിൽക്കട്ടെ. യാക്കോബിന്റെ പുത്രനല്ല യോസേപ്പ്, മറിച്ച് എബ്രയീം യോസേപ്പിന്റെ പുത്രനാ. യോസേപ്പിന് മിസ്രയീമിൽ വെച്ച് ജനിച്ച രണ്ടാമത്തെ പുത്രനാ. അവിടെ വായിക്കുന്നത് ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേപ്പിന് 2 പുത്രന്മാര് ജനിച്ചെന്ന. ഇപ്പൊ സുഭിക്ഷതയുടെ വർഷത്തില്ല. അങ്ങനെയൊക്കെ ജനിക്കണം. ഗതികേട് പിടിക്കുമ്പോ എല്ലാം ജനിച്ച്, ഞാന് ഭൗതിക ജനനമല്ല ആത്മീക ജനനമായി പറയാന്ന്. സ്തോത്രം. അപ്പോൾ മൂത്തവന്റെ പേരാണ് മനേഷെ. അങ്ങനല്ലയോ മോനെ? വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 50-51 ക്ഷാമകാലം വരും മുമ്പേ യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു. മറ്റേ തള്ളയല്ല, ഏതാ? ഓ, തുണി അടിച്ചു മാറ്റിയ തള്ളയല്ലെന്ന്. തള്ളമാർക്ക് ആർക്കും അറിയാൻ മേല. മറ്റേ തള്ളയുണ്ടല്ലോ, ഏതാ? യോസേപ്പിന്റെ. അതൊരു പൊത്തിപ്പാറൻ. ആ തള്ളയല്ല. ഇവിടെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിപ്പേറയുടെ മകള് പുത്രി. ഈ ഓനിലെ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ജാതിക പുരോഹിതനാ. ദൈവത്തിന് പുരോഹിതന്മാരുള്ളത് പോലെ ജാതികൾക്കും ഉണ്ട്. യോസേപ്പിന്റെ അമ്മായിയപ്പൻ ഒരു ജാതിക പുരോഹിതനാ. മോശയുടെ അമ്മായിയപ്പനും ഒരു ജാതിക പുരോഹിതനാ. ഇത്രോ ആട്ടെ, നമ്മുടെ വിഷയം അല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പോത്തിഫേറയുടെ പുത്രി ആസ്നത്ത് പ്രസവിച്ചു. അടുത്തത് എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. പറഞ്ഞാൽ മനശ്ശെ ജനിച്ചപ്പോൾ യോസേഫ് ഒത്തിരി കാര്യം മറന്നു. ദൈവമക്കൾക്ക് ഇത് പാഠമാണ്. അതിന്റെ ആത്മീയ വശം പറയാം. അതാണല്ലോ ഗുണം. ഒരു വ്യക്തി വീണ്ടും ജനിച്ച് സഭയിൽ വരുമ്പോൾ പഴയ വിശ്വാസികൾ പഴംപുരാണം എടുത്ത് ഇടരുത്, വിഴുപ്പലക്കരുത്. മനസ്സിലായില്ല? മനേഷ് ജനിച്ചപ്പോൾ യോസേഫ് ഒത്തിരി കാര്യം മറന്നു. പിതൃഭവനമൊക്കെയും അങ്ങനെ കൊടുക്കാൻ കാര്യം പിതൃഭവനത്തിലുണ്ടായ തിക്താനുഭവങ്ങള്. സ്വന്തം ചേട്ടന്മാരാ ദ്വേഷിച്ചു, അധികം ദ്വേഷിച്ചു, പകച്ചു, അധികം പകച്ചു, സമാധാനത്തോടെ സംസാരിച്ചില്ല, പൊട്ടക്കണത്തി പിടിച്ചിട്ടു, 20 വെള്ളിക്കാശിനെ വിറ്റു, വലിച്ചു കയറ്റി, എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയതാ. പക്ഷെ യോസേഫ് അതെല്ലാം അങ്ങ് മറന്നു. ദൈവമക്കൾക്ക് ഇത് പാഠമാണ്. നിങ്ങളെ ഉപദ്രവിച്ചവരും പീഡിപ്പിച്ചവരും ഒക്കെ കാണും. നീ ഒരു ദൈവപൈതലായതുകൊണ്ട് അതങ്ങ് മറക്കണം. എനിക്കെതിരെ എന്തെല്ലാം പോരാട്ടങ്ങൾ ഒപ്പിച്ച ബിരുദന്മാര് ധാരാളം കിടക്കുന്ന ഞാനിപ്പോൾ അവരെ കാണുമ്പോൾ കയ്യും കൊടുക്കും, സ്തോത്രവും പറയും. എല്ലാവരും അനക്കമില്ലാതിരിക്കുന്നു. ഇന്ന് ഞാൻ ഒരാളോട് പറഞ്ഞു, നമ്മളാ ക്ഷമിക്കണ്ടേ? ഇല്ലേ? നിന്റെ സഭയിൽ തന്നെ ആള് വരാത്ത നിനക്ക് ക്ഷമിക്കാൻ മനസ്സില്ല.
നീ ഇങ്ങനെ രാവിലെ ഞായറാഴ്ച ആകുമ്പോ കൊടുവാളുമായിട്ട് വാതൊക്കെ നിൽക്കുക. കൊടുങ്ങല്ലൂർ തള്ള നിൽക്കും പോലെ. പിന്നെ വല്ലതൊക്കെ പറയുന്നുമുണ്ട്, അത് ഞാനിപ്പോൾ പൊതുവെ പറയാൻ ഒക്കുകയല്ല. ഞങ്ങളുടെ തപ്പലൊരു തള്ള എന്നോട് പറഞ്ഞു എൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ് തെറിയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു തള്ളയെ മിണ്ടരുത്. അല്ല ഉണ്ട്, ഞാൻ പറയത്തില്ല, എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു. നല്ല ഫസ്റ്റ് ക്ലാസ് തെറിയായിട്ടാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു മിണ്ടരുത്. ഇല്ല പറയത്തില്ല, എൻ്റെ കയ്യിൽ ഉണ്ട്. പൊടിയച്ചനാന്നോ ഇരിക്കുന്നത്? മാണിച്ചൻ ഇവിടെ കണ്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെയാന്നോ? ഇവിടെ ആയിരുന്നോ? ദൈവത്തിന് മഹത്വം. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, നീ ക്ഷമിച്ചാൽ നിനക്ക് ദോഷമൊന്നും വരികയില്ല, നിന്റെ സന്തതിക്കും ദോഷം വരികയില്ല. അവരുടെ ഭാഗത്തായിരിക്കും തെറ്റ്, അപാകത, ന്യൂനത, പോരായ്മ, നമ്മളങ്ങ് ക്ഷമിച്ചേക്കണം. ഞാൻ ഇന്നും ഞങ്ങളുടെ സഭയിൽ 1-2 പേരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ മാതൃകയാക്കുക ആ കാര്യത്തിൽ. ആക്ക്. എനിക്കത് പറയാൻ നല്ല പ്രാഗൽഭ്യമാണ്. എന്നെ മാതൃക ഇന്നും ഞാൻ പറഞ്ഞാച്ചാ ഒക്കെ അല്ല. ചിലക്ക് ക്ഷമിക്കാൻ മനസ്സിലാവും. അതുകൊണ്ടാണ് നീയും പെമ്പളെ ഒരു പീത്തവരെ കൊച്ചു വരുന്ന ഇങ്ങനെ 20 വർഷമായിട്ട് അടിക്കുക. ഒരു പൂഞ്ഞാൻ പോലും അങ്ങോട്ട് കയറി വരുന്നില്ല. എന്നാൽ ക്ഷമിക്കാൻ മനസ്സുണ്ടെങ്കിൽ, വിട്ടുകളയാൻ മനസ്സുണ്ടെങ്കിൽ, യഥാസ്ഥാനപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ, നീ അറിയാത്ത വൻ കാര്യങ്ങൾ ദൈവം നിനട്ടെ എങ്കിൽ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് അങ്ങ് തോന്നുക. അതുകൊണ്ട് ക്ഷമിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും വരികയില്ല. ദൈവത്തിന്റെ മഹത്വം. നമുക്ക് വിട്ടുകളഞ്ഞേക്കാം, മറക്കാം. മനേശയെ ജനിച്ചപ്പോൾ യോസേപ്പ് പിതൃഭവനമൊക്കെ അങ്ങ് മറന്നു. നിങ്ങളുടെ സഭയിൽ നിങ്ങളെ ഉപദ്രവിച്ചവർ കാണും, പഠിച്ചവർ കാണും, ആക്ഷേപിച്ചവർ കാണും, അടിക്കാൻ വന്നവർ കാണും, തെറി പറഞ്ഞവർ കാണും, കുത്തിരി പിടിക്കാൻ വന്നവർ കാണാൻ. നിങ്ങൾ അങ്ങ് ക്ഷമിക്കുക. അവന് അങ്ങോട്ട് ചെന്ന് കൈ കൊടുക്ക്. എന്നാ നടക്കുവോ? മിണ്ടുന്നില്ലല്ലോ. ഇത് മാർഗം വേറെയാ. ദൈവത്തിന് മഹത്വം. ഇത് സ്നേഹത്തിന്റെ മാർഗമാ. ഞാൻ ഇന്നലെയും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, സ്നേഹം അതിനൊരു തെളിവ്. ഈ യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ പഠിക്കുമ്പം, യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാന്റെ പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. യോഹന്നാനാണ് എഴുതിയത്, പക്ഷെ പുള്ളിയുടെ പേര് എഴുതിയിട്ടില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷം പഠിച്ചാൽ ഏതാണ്ട് യോഹന്നാന്റെ പേര് 20 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. മറ്റവര് 3 പേരും. പക്ഷെ യോഹന്നാൻ സുവിശേഷം 21 അധ്യായം എഴുതിയപ്പോൾ പുള്ളിയുടെ പേര് പറഞ്ഞിട്ടില്ല. അവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് ഒരു ശിഷ്യൻ, മറ്റേ ശിഷ്യൻ, ഇത് സാക്ഷിയായൊരു ശിഷ്യൻ, ഇത് കണ്ടയാള്, അങ്ങനെയൊക്കെയാ കൊടുത്തേക്കുന്നത്. 3-ാം നാൾ ഗലീലയിലെ കാനാവിലൊരു കല്യാണം ഉണ്ടായി. യോഹന്നാന്റെ കല്യാണമാണ്. നമ്മളായിരുന്നെങ്കിൽ ആദ്യം നമ്മുടെ ഫോട്ടോ, പിന്നെ എൻഗേജ്മെന്റിന്റെയും കൂടെ 2 പേരുടെ ചേർന്നുള്ള ഫോട്ടോ റോസാപ്പൂ മേളിൽ 2 സൈഡിലും വെച്ച്, പിന്നെ കയറി വരുന്നിടത്തെല്ലാം ഫോട്ടോ, അയക്കാവുന്നിടത്ത് മുഴുവൻ. ഇപ്പൊ ഈ കല്യാണത്തിന് മുമ്പ് തന്നെ ഫോട്ടോ എടുക്കുമ്പം ഭാര്യയും ഭർത്താവും ഉള്ള രീതിയിലാണ് ഫോട്ടോ എടുക്കുന്നത്. അതെ, അവർക്കൊരു ഊറിയ ചിരി. ദൈവത്തിന് മഹത്വം. നമുക്ക് ആ വിഷയം വിട്ടേക്കാം.
യോഹന്നാന്റെ കല്യാണം, പക്ഷെ പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എൻ്റെ കല്യാണത്തിന് എൻ്റെ അമ്മയുടെ സഹോദരി വന്ന് അങ്ങനൊന്നും എഴുതിയിട്ടില്ല. യോഹന്നാന്റെ അമ്മയും യേശുവിൻ്റെ അമ്മയും ചേട്ടത്തി അനിയത്തിയ സഹോദരിമാരാ. യോഹന്നാൻ ഒരു സഹോദരനുണ്ട്, പേരെന്തുവാ യോഹന്നാന്റെ സഹോദരന്റെ പേര് അറിയാം? പറഞ്ഞോ. കടൽ വെട്ടിയതുകൊണ്ട് തിരിയാനും മേല. ഉറക്കെ പറഞ്ഞോ. യാക്കോബ്. ഇവർക്ക് വേറൊരു പേര് കർത്താവ് പറഞ്ഞായിരുന്നു, എന്തുവാ? ഇടിമക്കൾ. ഇവന്മാര് കയറി ഇടിക്കും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സഭകളിലും ഉണ്ട്. ഇപ്പൊ എല്ലാം കൺവെൻഷൻ ആയതുകൊണ്ട് പമ്മിയിരിക്കുക. ഒരാളൊരിക്കൽ പ്രസംഗിച്ചപ്പം വേറൊരാൾ പറഞ്ഞു, ഇറങ്ങി വനം പറഞ്ഞു, പാസ്റ്ററെ അത് ഇങ്ങനല്ലല്ലോ, ഉപദേശം ഇങ്ങനല്ലേ. പുള്ളി പറഞ്ഞ ഭാഗത്ത് തെളിയിക്കാന്ന് പറഞ്ഞ സ്റ്റേജിന്റെ പുറകെ കൊണ്ടുപോയി ഇത്രയും തെളിയിച്ചാൽ മതി. പുള്ളി പറഞ്ഞു മതി, ഇനിയും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ തെളിയിക്കുന്ന ആൾക്കാരും പത്തനാപുര സൈഡിലെങ്ങാണ്ട അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ തെളിയിക്കും. ഇവര് ഇടിമക്കളാ. ഇവരുടെ അപ്പന്റെ പേര് സെബദി, അമ്മയുടെ പേരാണ് ശലോമ. പക്ഷെ ഇങ്ങനെയൊക്കെ ചരിത്ര പശ്ചാത്തലം ഉണ്ടെങ്കിൽ യോഹന്നാൻ ഇതൊന്നും പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഭാഗം വിടാം. യോഹന്നാന്റെ വിശേഷത ഇങ്ങനെ എഴുതിയേക്കുന്നത്, എഴുതിയപ്പോ ഇങ്ങനെ ഒരു പദമുണ്ട്, യേശു കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ. യേശു സ്നേഹിച്ച ശിഷ്യൻ, അങ്ങനെയൊക്കെയാ കൊടുത്തേക്കുന്നത്. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ. മറുവശം മറ്റുള്ളവരെ യേശു സ്നേഹിച്ചില്ലെന്നല്ല. അതിന്റെ അർത്ഥം ഇത്രയാ, യോഹന്നാന് തോന്നുക എന്നെയാ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് തോന്നണം, എൻ്റെ യേശു എന്നെയാ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അങ്ങനെ തോന്നണം, അങ്ങനെ തോന്നണം. എല്ലാവരും അത് ചിന്തിക്കുകയും പറയുകയും ചെയ്യണം. യേശു ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്നെയാ സ്നേഹിക്കുന്നത്, ഈ ദേശത്ത് ഏറ്റവും കൂടുതൽ എന്നെയാ, ഈ രാജ്യത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ യേശു എന്നെയാ സ്നേഹിക്കുന്നത്. അങ്ങനെ ആ ചിന്ത നമ്മെ ഭരിക്കണം. ഇനി വേറൊരു കാര്യോട് പറഞ്ഞാൽ പാകം വിട. യേശു കൂടുതൽ സ്നേഹിച്ചയാളാ. പുള്ളിയും യേശുവിനെ സ്നേഹിച്ചു. യേശുവിനെ സ്നേഹിക്കുന്നതിന് തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ച് പഠിച്ചു വരുമ്പം ഏറ്റവും കൂടുതൽ യേശുവിനെ സ്നേഹിച്ചതും യോഹന്നാന. മാറോട് ചേർന്നിരിക്കുകയല്ലേ, ആ സ്നേഹത്തിൻ്റെ പ്രകടനമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരും വിട്ടേ ചോടിയപ്പോഴും ഒടുക്കം വരെ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നത് യോഹന്നാന. അപ്പം നുറുക്കിയ സമയത്തും കൊട്ടയ്ക്കകത്ത് കൊണ്ടുപോകാനും ആൾക്കാരെ പന്തിക്കിരുത്താനും ആമേൻ അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ കാണാനും കൂടാനും ബർത്തിമായിയെ ശാസിക്കാനും ഒക്കെ എല്ലാവരും പിടിക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നെന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട. ഒരു ബാഡ്ജുമൊക്കെ കുത്തി ഇങ്ങനെ അങ്ങ് നിൽക്കുക. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരികയല്ല. എഴുന്നേക്കാൻ വയ്യല്ല, കാണിക്കായിരുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്കില്ല, എല്ലാവരും സ്നേഹിക്കുക. പക്ഷേ യോഹന്നാന്റെ വിശേഷത ഇഷ്ടാനുഭവങ്ങളിൽ കൂടി അവിടെ നിന്ന് കടന്നു പോകുമ്പോഴും പങ്കപ്പാടുകൾ സഹിക്കുമ്പോഴും വിട്ടുപിരിഞ്ഞില്ല. പീഡകളെല്ലാം നമ്മുടെ കർത്താവ് സഹിക്കുമ്പോൾ യോഹന്നാൻ ഉണ്ടെന്ന്. ബേഥലേംപുരി മുതൽ കാൽവരി കുരിശോളം, ബേഥലേംപുരി മുതൽ കാൽവരി കുരിശോളം വേദനപ്പെട്ടു മമ വേദന അകറ്റിയ, വേദനപ്പെട്ടു മമ വേദന അകറ്റിയ ശ്രീയേശുനാഥനിൽ സ്നേഹം സ്വർഗമോടി വേണ്ടിയു എന്നെ തേടി തരയിൽ വന്ന, തേടി തരയിൽ വന്ന ശ്രീയേശുനാഥനിൽ സ്നേഹം അഗതിയെ പോലുള്ള
വന്ന തേടിത്തരയിൽ വന്ന ശ്രീയേശുനാഥ സ്നേഹം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇത് വേണ്ട, കസേര ഇങ്ങോട്ടിട്ടാ മതി. എന്നാ വെച്ചോ, ഇനിയിപ്പോ ഇത് തന്നെ പിടിച്ച് അങ്ങോട്ടും കൊണ്ട് സമയം കളയണ്ട, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് തോന്നണം യേശു എന്നെയാ കൂടുതൽ സ്നേഹിക്കുന്നെന്ന്. എല്ലാവർക്കും തോന്നണം. നിന്റെ കുടുംബത്തിൽ ഉന്നതന്മാരും മിടുക്കന്മാരും കഴിവുള്ളവരും, പക്ഷേ അവരെക്കാൾ ഉപരി നിന്നെയാ സ്നേഹിച്ചേക്കുന്നേ. ഈ ദേശത്ത് ഒത്തിരി ഉന്നതന്മാരുണ്ട്, ഇല്ലേ? ഇഷ്ടം പോലെ. മണറാട് പാപ്പനടക്കം ഉള്ളവര് അപ്പം പോയി. അങ്ങച്ച പാപ്പനേക്കാൾ ഉപരി നിന്നെയാ സ്നേഹിച്ചത്. അന്നേരം നീ ഊമം തെറ്റിയിരിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ. ദൈവം നിന്നെ, ഞാനെപ്പോഴും പറയും, ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി ഉന്നതന്മാരുണ്ട്, അവർക്കാർക്കും കിട്ടാത്ത സ്നേഹമാ ദൈവം എനിക്ക് തന്നത്. കായൽ രാജാവായിരുന്നു മുരിക്കൻ, പക്ഷെ എന്നെയാ ദൈവം സ്നേഹിച്ച്. മുരിക്കനെ സ്നേഹിച്ചോ സ്നേഹിച്ചില്ലയോ എന്ന് എനിക്കറിയാമല്ലേ. എൻ്റെ കാര്യം ഞാൻ പറയാം. 3 കായൽ സ്വന്തം. ചിത്തിര മാർത്താണ്ട റാണി അല്ലെ ഇപ്പൊ പോയി. ഗൗരിയമ്മയുടെ കാലത്ത് ഭൂപരിഷ്കരണ നിയമമൊക്കെ കൊണ്ടുവന്നപ്പം ജസ്റ്റിസ് എന്നാരാ ഇല്ല സാമിനതെല്ലാം അറിയാം. കൃഷ്ണയ്യര്, VR കൃഷ്ണയ്യര്. അപ്പൊ അദ്ദേഹമൊക്കെ അവര് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നല്ലോ, EMSന്റെ. അപ്പോൾ അന്ന് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നപ്പോൾ ഇത്ര മാത്രമേ വെച്ചുകൊണ്ടിരിക്കാവൂ നിലം, പിന്നെ മിച്ചഭൂമിയായിട്ട് കൊടുത്ത് അങ്ങനെ പോയത്. അതിന് മുമ്പ് പുള്ളിക്ക് 3 കായൽ സ്വന്തമാ. ചിത്തിര മാർത്താണ്ട റാണി. പക്ഷേ റാണിയൊക്കെ ഉണ്ടെങ്കിലും ദൈവം എന്നെയാ സ്നേഹിച്ച്. റാണി ഉണ്ടെന്നും പറഞ്ഞ് വരിക്കാതിരിക്കുക. നമുക്ക് റാണിയില്ല, രാജാവും ഇല്ലെങ്കിലും ഒരു രാജാവ് സ്വർഗത്തിലുണ്ട്. ഹരിത വിപ്ലവത്തിനൊക്കെ വളരെ പ്രഗത്ഭനായ ആളായിരുന്നല്ലോ. അടുത്ത കാലത്ത് കടന്നുപോയി MS സ്വാമിനാഥൻ, മങ്കമ്പിൽ പട്ടര. പ്രഗത്ഭനായ മനുഷ്യനാ, ലോകം കണ്ടതിൽ വെച്ച് ഉന്നതനായ മനുഷ്യനായ MS സ്വാമിനാഥൻ. പക്ഷെ അദ്ദേഹത്തെക്കാൾ ഉപരി എൻ്റെ ദൈവം എന്നെയാ സ്നേഹിച്ച്. എൻ്റെ ഭാഷ പറഞ്ഞ പൊട്ടനായ പോഷനായ ഒന്നിനും കൊള്ളുകയില്ല, എന്നെ ദൈവം സ്നേഹിച്ചു. ഇരിക്കുന്ന എല്ലാവരും അത് പറയണം. സ്തോത്രം. അതെ, യോഹന്നാൻ പറയും ഏറ്റവും കൂടുതൽ യേശു എന്നെ സ്നേഹിച്ചു. ആ സ്നേഹിച്ചതിന് തെളിവാ എല്ലാവരും ആ കഷ്ടാനുഭവങ്ങൾ ക്രൂശീകരണ സമയത്ത് മാറിക്കളഞ്ഞു. യോഹന്നാൻ കുരിശിന്റെ ചുവട്ടിലുണ്ട്. അതാ സ്നേഹം. അവസരം വരുമ്പോൾ ഇട്ടേ ചോടുന്നതല്ല സ്നേഹം. ചിലര് 2 പേര് തമ്മിൽ കുരുക്കൊപ്പിക്കാൻ പറയും, നീ കയറി അടിച്ചോണം, ഞാൻ കൂടെയുണ്ട്. സകല കുരുക്ക് ഒപ്പിച്ചു കൊടുത്ത് സമയമാകുമ്പോൾ മുങ്ങും. ഒരെണ്ണത്തിനെ വിശ്വസിക്കാനൊക്കെയല്ല. എനിക്കങ്ങനെ ചിലരെ അറിയാം. നല്ല ടോർപ്പൂടെ വെച്ചുകൊണ്ടും കയറി അടിച്ചോണം, ഞാൻ കാണുന്നു. ഒന്നും അമാന്തിക്കണ്ട. ആദ്യത്തെ ബേബി അടിച്ചാൽ മതി, പിന്നെ തുരുതുരാന്ന് ഞാൻ പൊട്ടൻ ബേബി കയറി അടിക്കുകയും ചെയ്യും, മറ്റവൻ അന്ന് മുങ്ങുകയും ചെയ്യും. അങ്ങനെ ഒപ്പിക്കുന്നു. ഇതിനകത്തൊക്കെ ഇരിപ്പുണ്ടെന്ന് ഇങ്ങനെ പമ്മി ഇരിക്കുന്നതല്ല ഉള്ള. ഇപ്പം മൈക്ക് തന്നാൽ ചെല്ല് പറയാം, എൻ്റെ ഭാഷ സത്യമായ കാര്യം. അവനും വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ അവനെ കണ്ടേച്ചാ ഇതുപോലെ ചതിക്കുന്ന ഒരുത്തൻ. മനുഷ്യനെല്ലാം അങ്ങനെ ദൈവത്തിന് മഹത്വം. പക്ഷേ എല്ലാവരും ചെതറി ഓടി. യോഹന്നാൻ പോയില്ല. യോഹന്നാൻ ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. മഹാപുരോഹിതന്റെ ഇവിടെ വിസ്താരത്തിന് കൊണ്ടുപോയപ്പോൾ യോഹന്നാൻ ചെന്നല്ലോ. പീറ്റർ ചെന്നു. പക്ഷെ പീറ്റർ വെളിയിൽ നിൽക്കുക. എന്നെ യോഹന്നാൻ ഒരു ബാലക്കാരൻ വെച്ചാൽ പുള്ളിയെ കെട്ടിവിടാൻ പറഞ്ഞു. പുള്ളിക്ക് അവിടെ സ്വാധീനമുള്ള ആളാ. അതാ യോഹന്നാൻ. അതുകൊണ്ടൊരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം വിട്ടേക്കല്ലേ. ഇങ്ങനെ അങ്ങ് പറയും. ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം. യോഹന്നാൻ യേശുവിനെ നന്നായിട്ട് സ്നേഹിച്ചു. യേശു യോഹന്നാനെ അതുകൊണ്ട് ഒരു ഉത്തരവാദിത്വം ചോദിച്ച് യോഹന്നാനോട് പറഞ്ഞിട്ടേ അമ്മ വേണ്ട നോക്കിക്കോണമെന്ന് പറഞ്ഞു. കർത്താവിനെ നല്ലതുപോലെ സ്നേഹിക്കുന്നവനെ ദൈവം ചിലതൊക്കെ ഏൽപ്പിക്കും. കർത്താവിനും ഒരു ബോധ്യം വേണമല്ലോ. നീ തട്ടിപ്പാന്നോ വെട്ടിപ്പാന്നോ പമ്മിയിരിക്കുകയാന്നോ, അതോ അവസരം വരുമ്പോൾ നീ കാല് വാരുമോ എന്നൊക്കെ ദൈവത്തിനെല്ലാം അറിയാം. നല്ലതുപോലെ സ്നേഹിച്ചേ മറ്റ് 11 പേരെയും ഏൽപ്പിക്കാത്തൊരു ശുശ്രൂഷ നിനക്ക് ദൈവം തരും. തരും. നല്ലതുപോലെ സ്നേഹിച്ചോണം യേശുവിനെ. ദൈവ കുഞ്ഞാടെ നിൻ സ്നേഹരസം എന്നകമേ വഴിഞ്ഞോട ഉന്നതനെ സ്തുതി ചെയ്യുവാൻ മണ്ണിൽ നന്മ
ഞാൻ എന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ഞാൻ പാട്ട് തെറ്റിച്ചെന്നാന്നോ അമ്മ പറഞ്ഞു? അമ്മയാണ്ട് പറഞ്ഞങ്ങോട്ട് എന്തുവാ പറഞ്ഞ്? പഴയതേ പാടുള്ളു. പാമ്പാന്നേലും പഴയതാ നല്ലത്. ഇവിടെ പോൾസനും പഴയ പാട്ടാണ് പാടുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ ചില സഹോദരന്മാരുണ്ട്. അല്ലാതെ പോട്ടാ എനിക്കിത് പോരായി എന്നതാന്നോ മതിയാകുന്നില്ലെന്നാ പറയുന്നത്. ഇത് പറഞ്ഞിട്ട് പിന്നെ മൊബൈലിൽ കളിക്കുക മതിയാകുന്നില്ലെന്ന് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ വിഷയം കേൾക്കാം. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ. അതുകൊണ്ട് കർത്താവ് ഉത്തരവാദിത്തം ഏൽപ്പിച്ച പോയത്തെ അമ്മ വേണ്ടെന്ന് പറഞ്ഞു. അന്ന് മുതൽ ആ ശിഷ്യൻ മരണം വരെ അവളെ സംരക്ഷിച്ചു. അതുകൊണ്ട് ഒരു കാര്യത്തോടെ പറഞ്ഞാൽ ഭാഗം വിടാം, എന്നിട്ട് അടുത്ത വാക്യം കമ്പിവാചകം പോലെ പറഞ്ഞ് നിർത്താം. 12 ശിഷ്യന്മാർക്കും കിട്ടാത്ത, മറ്റപ്പോസ്തലന്മാർക്ക് ലഭിക്കാത്ത ശുശ്രൂഷകളും കൃപകളും ഒക്കെ ആ യോഹന്നാന് കിട്ടിയത്. അതിലൊരു കാര്യം പറയാതെ പോക്കുള്ളൂ. പൗലോസ് 14 ലേഖനം എഴുതി. അതെല്ലാം ലേഖനങ്ങളാണ്. യാക്കോബ് ഒരു ലേഖനം എഴുതി, യൂദ ഒരു ലേഖനം എഴുതി, ലൂക്കോസ് ഒരു സുവിശേഷ പുസ്തകവും അപ്പോസ്തല പ്രവൃത്തി ചരിത്ര പുസ്തകം. അപ്പോൾ ലൂക്കോസ് ചരിത്രം എഴുതി, പൗലോസ് ലേഖനം എഴുതി, മറ്റുള്ളവരും പത്രോസും ഒക്കെ ലേഖനം എഴുതി. പക്ഷേ യോഹന്നാനെ കൊണ്ട് ചെയ്യിപ്പിച്ച കണ്ടോ, ഒരു സുവിശേഷം എഴുതിപ്പിച്ചു, 3 ലേഖനം എഴുതിപ്പിച്ചു, ഭാവികാലം മുഴുവനുള്ള വിഷയവും കൂടെ എഴുതിപ്പിച്ചു. കർത്താവിനെ നല്ലതുപോലെ സ്നേഹിച്ചേ അനേകർക്ക് ലഭിക്കാത്തത് ദൈവം നിനക്ക് തരും. അത് കണ്ടിട്ട് മറ്റപ്പോസ്തലന്മാര് അസൂയപ്പെട്ടിട്ടൊന്നും യോടി. ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം വിടാം. എനിക്കത് നന്നായിട്ട് പറയുന്നത് ഇഷ്ടമാണ്. നിങ്ങൾ ചിലരെ ആസ്വദിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. എന്നാലും സമയം ഒത്തിരി പോയല്ലോ. നിങ്ങളിപ്പോൾ ചിന്തിക്കുക, വന്നപ്പോഴേ അങ്ങ് പറയുകയായിരുന്നെങ്കിൽ തീരെ വയ്യായിരുന്നു, ഞാൻ അകത്ത് പോയി കിടക്കുകയായിരുന്നു. കർത്തദാസന്മാരെല്ലാം വന്ന് പ്രാർത്ഥിച്ചു, നിങ്ങളും പ്രാർത്ഥിച്ചു, ദൈവം ഒന്ന് ബലപ്പെടുത്തിയതാ. ഒന്നും പറയുന്നില്ലെന്ന് ഓർത്തടാ. എങ്കിലും നിങ്ങൾ സഹിച്ചിരിക്കുന്നല്ലോ, ഇന്നൊന്ന് സഹിക്കേ. പുറമൊക്കെ അങ്ങ് വേദനിക്കുക. അതുകൊണ്ടാണ് യോഹന്നാന്റെ വിശേഷത. നന്നായിട്ട് യേശുവിനെ സ്നേഹിച്ചു. അതുകൊണ്ട് ലഭിച്ച എന്നാന്നറിയാമോ? വെളിപ്പാട് 4:1 വായിച്ച. എല്ലാം വായിപ്പിക്കാൻ നേരമില്ല, പെട്ടെന്ന് വായിച്ചു. വെളിപ്പാട് 4:1 പെട്ടെന്ന്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. പുള്ളിനെ കാണിച്ചു. എന്നിട്ട് കാണിച്ചു എന്നാൽ അതിലേക്ക് പൊക്കോളം പറയല്ലേ. പിന്നെ കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന്. കയറി വരാൻ പൗലോസ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. എന്നിട്ട് തന്നെ പുള്ളി പറയാ ശരീരത്തോടെയോ. പക്ഷെ യോഹന്നാനോട് പറഞ്ഞത് നീ കയറി വരാൻ പറഞ്ഞു. നീ കയറി വാ, നീ എന്നെ നല്ലതുപോലെ സ്നേഹിച്ച ആളല്ലേ. ഇവിടെ കയറി വരുമിനെന്ന ദൈവശബ്ദങ്ങൾ അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ. ഇവിടെ കയറി വരുമെന്ന ദൈവശബ്ദങ്ങൾ അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ. യേശു വരുമേ, പൊന്നേശു വരുമേ, വരവിനായിട്ട് വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. വരവിനായിട്ട് വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. എന്റെ സഹപടന്മാരായ ദൈവദാസന്മാരോടെല്ലാം ഞാൻ പറയാം, നമ്മൾ ആരെയും വിധിക്കണ്ട, മാർക്കിടണ്ട, അങ്ങ് ക്ഷമിക്കണം, വിട്ടുകളയണം, യേശുവിനെ നന്നായി സ്നേഹിക്കണം എല്ലാറ്റിനേക്കാൾ ഉപരി. അങ്ങനെയാണെങ്കിൽ അനേകർക്ക് ലഭിക്കാത്തതൊക്കെ ദൈവം നിനക്ക് തരും. അനേകർ പ്രാപിക്കാത്തതും ദൈവം നമ്മളെ പരമേൽപ്പിക്കും. ചെയ്യും ചെയ്യും ചെയ്യും. ദൈവത്തിന് മഹത്വം. നീ കയറി വരാൻ പറഞ്ഞു. എന്തെല്ലാം കാഴ്ചകളാ കാണിച്ചേ. ദൈവത്തിന് മഹത്വം. ആ സ്നേഹത്തിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഭാഗം വിടാം. ഒന്ന്, നന്നായിട്ട് സ്നേഹിച്ചത് കൊണ്ട് കുരിശിന്റെ ചുവട്ടിലും ഉണ്ടായിരുന്നു. പിന്നെ സാഹചര്യങ്ങൾ നിമിത്തം
പുള്ളി ഒടുവിലെ മീൻ പിടിക്കാനൊന്ന് പോയി. മനുഷ്യനല്ലേ, എല്ലാം തികഞ്ഞവരും എല്ലാം പൂർണ്ണരായവര് ഉണ്ടെങ്കിലൊന്ന് കൈ പൊക്കിക്ക. കാണാനല്ല, കൂടെ വരുക. യോടി എല്ലാം തികഞ്ഞവരും പരിപൂർണരാരും ഇവിടെ ഇല്ല. യോഹന്നാനും ഒരു ചെറിയ പിന്മാറ്റ അനുഭവങ്ങൾ ഉണ്ടായി. ഉയർത്തെഴുന്നേറ്റ യേശു എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു. ആദ്യം മറിയയ്ക്ക്, പിന്നെ കേബാമിന്, 11 പേർക്ക്, എമ്മവസി പോയവർക്ക്, കടക്കരെ വെച്ച്, ബദാനി വെച്ച്, മുറിയടച്ചിട്ടപ്പോ തോമാച്ചനുള്ളപ്പം ശേഷം പേർക്ക്, 500-ലധികം പേർക്ക്. പൗലോസ് പറഞ്ഞു, ഒടുവിൽ അകാലപ്രജ പോലുള്ള എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. മുറിയടച്ചിട്ട് വാതിലടച്ചപ്പം മേരി അനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയ ദിനമോദി. മേരി അനുയായികൾക്കും പ്രത്യക്ഷനായി പ്രിയ ദിനമോദി. ഉയർത്തെഴുന്നേറ്റൊരു വാർത്ത മത്സോദര വൃന്ദ തൊടറിയിക്കുവി. സ്വർലോകരാജൻ എല്ലാവർക്കും അവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷതയൊക്കെ കണ്ടവരാന്നേലും എന്റെ ഭാഷയാ, പിന്മാറ്റത്തിൽ പോയി. ആ പിന്മാറ്റ അവിടെ എല്ലാവരോടും ഒന്നിച്ചു കൂടിയെന്നാ പിന്മാറ്റക്കാരുടെ യോഗമാ 21. അങ്ങനത്തെ യോഗമുണ്ട്, സഭയുടെ യോഗമുണ്ട്. വായിച്ച 21, യോഹന്നാൻ 21 പെട്ടെന്ന് വായിച്ചു, ചടയെന്ന് വായിക്കേ. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും പിന്നെ ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടി. എത്ര പേരുണ്ട്? വായിച്ച ആളിനോട് ആരാന്ന് കാണുന്നില്ല, എന്നാലും ചോദിക്കുക, എത്ര പേരുണ്ട്? അയച്ചെന്നല്ലാതെ 7 പേരുണ്ട്. ശിമോൻ പത്രോസ് ഉണ്ട്, ദിദിമോസ് എന്ന തോമാസ് ഉണ്ട്, നഥനയേലുണ്ട്, സെബദിപുത്രന്മാർ 2 ഉണ്ട്, മറ്റ് 2 ശിഷ്യന്മാർ. അപ്പൊ സെബദിപുത്രന്മാർ 2, മറ്റേ 2 ശിഷ്യന്മാർ 4, ശിമോൻ പത്രോസ് 5, ദിദിമോസ് എന്ന തോമസ് 6, നഥനയേല് 7 പേരുടെ പിന്മാറ്റ യോഗം. സഭയുടെ യോഗം നടക്കുമ്പോൾ തന്നെ അതിന് വരാനപ്പുറേ പിന്മാറ്റ യോഗം നടത്തുന്ന ആൾക്കാരും മിണ്ടുന്നില്ല, ഉണ്ട്. ഇത് കുറഞ്ഞ ആൾക്കാരെല്ലാം പ്രഗത്ഭന്മാരാ. ഒരാളുടെ കയ്യിലാന്ന് താക്കോലുണ്ട്, പുള്ളി ഇടയ്ക്കിടയ്ക്ക് താക്കോല് കറക്കുകയും ചെയ്യും. പുള്ളി ആ ലീഡർ. ആരാ? പുള്ളി ആ ലീഡർ. പുള്ളി ചാടി എഴുന്നേറ്റ് പറഞ്ഞ അടുത്ത വാക്യം. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഞാൻ പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ പോരുന്നു എന്ന് അവർ പറഞ്ഞു. ഞങ്ങളും വരികയെന്ന് പറഞ്ഞു. എല്ലാം കൂടെ പോയി. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ഒരുത്തൻ ഇങ്ങനെ പറയാൻ നോക്കിയിരിക്കുക. 7 പേര്, ഞാൻ വിവരിക്കുന്നില്ല, എല്ലാം പോയി മീൻ പിടിച്ചു. ഒന്നും കിട്ടിയില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. എങ്ങനെയുണ്ട്? 3.5 വർഷം കൂടെ നടന്നവന്മാരാ. പത്രോസും ഒക്കെ പറഞ്ഞു ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാന്ന് പറഞ്ഞു. പക്ഷെ ഇത് കണ്ടിട്ട് പിടി കിട്ടുന്നില്ല. പക്ഷെ താഴോട്ട് വായിച്ചു വരുമ്പം യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. കണക്ക് കൂട്ടുന്ന കാര്യമല്ല, നമ്മളെല്ലാം കണക്ക് കൂട്ടിയിരിക്കുക. മിക്കവാറും ഇതോ 10:30 ആകാതെ ഇയാൾ നിർത്തുകയില്ല. അപ്പൊ അടുത്ത പുള്ളി കണക്ക് കൂട്ടും, 11 ആകും. എന്നെ കണക്ക് കൂട്ടി 11 ആകുമായിരുന്നേ ഉപകാരമായിരുന്നു. അയാളുടെ സ്വഭാവം രീതിയും വെച്ച് ഇന്ന് 12:30 ആയാലും. അപ്പോൾ ചെല്ല് പറയുന്നത്, ഇനി അത് കഴിഞ്ഞ് വെച്ച് നമുക്ക് ചാപ്പാടുണ്ടോ? അതുകൂടെ കഴിയുമ്പോൾ ഇന്ന് വെളുക്കുവോളം ഇത് തന്നെ കണക്ക് കൂട്ടുന്ന ഞാൻ കണ്ടല്ലോ. അങ്ങനെ കൂട്ടുന്ന കാര്യമല്ല,
കഴിക്കാൻ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അടുത്തത്, പടകിന്റെ വലത് ഭാഗത്ത് വല വീശുവീൻ, ഓടിച്ചു വായിര്. എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ 7 പേരുണ്ട്, 6 പേർക്കും വെളിവുണ്ടായില്ല. എന്നാൽ യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അത് യേശുവാന്ന് പറഞ്ഞു. അതാ സ്നേഹത്തിന്റെ വിശേഷത. മറ്റാറ് പേർക്കും താക്കോല് കിട്ടിയ പുള്ളിക്ക് പോലും പിടികിട്ടിയില്ല. പുള്ളി ഇങ്ങനെ സഭയുടെ താക്കോലുമായിട്ട് കറങ്ങി നടക്കുന്നതല്ലാതെ പുള്ളി വന്ന് തുറക്കുക, പുള്ളി പൂട്ടുക, സെല്ലിന്റെ താക്കോലും പുള്ളിയുടെ ഇല്ല. അച്ഛാ, നമുക്കൊരാൾ മരിച്ചിട്ടുണ്ട്. അതാരാ? നമ്മുടെ സഭ. അവര് ഏത് സഭയില? അവര് കോത്തല സഭയില. കോത്തലയിൽ ഇങ്ങനെ ഇപ്പം മരിക്കാൻ സാധ്യത ഇല്ലല്ലോ. അല്ലാതെ പുള്ളി പെട്ടെന്ന് നമുക്ക് നമ്മുടെ സെല്ലിലാണ് അടക്കുന്നത്. നോക്കട്ടെ, എനിക്ക് സമയമുണ്ടെങ്കിൽ. പണ്ട് ഒരടക്കത്തിന് പോയപ്പോൾ ഒരു വല്യപ്പൻ്റെ കയ്യില സെല്ലിൻ്റെ താക്കോൽ അയാൾ തരികയല്ല. പിന്നെ കൊച്ചുങ്ങൾ പറഞ്ഞു അയാളെ ആദ്യം അതിനകത്ത് വെക്കാമെന്ന് പറഞ്ഞു. ഇയാളെ ആദ്യം അതിനകത്ത് വെക്കണം, അത് കഴിഞ്ഞ് നമുക്ക് കൊണ്ടുവരുന്ന ഡെഡ് ബോഡിയും കൂടെ അയാൾ താക്കോലിട്ട് ചോടി. താക്കോലുള്ളവർക്കെല്ലാം അങ്ങനെ ചില രീതികളുണ്ടേ. എടാ അടങ്ങിയിരിക്കടാ, അവിടെ ഇരി. അപ്പൊ ശ്രദ്ധിച്ചേ, യേശു സ്നേഹിച്ച ശിഷ്യന് പിടികിട്ടി ഇത് കർത്താവാ. പലർക്കും പിടികിട്ടാത്തത് നിനക്ക് പിടികിട്ടണം. നല്ലതുപോലെ യേശുവിനെ സ്നേഹിച്ചോണം. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം. ചിലതൊക്കെ മറന്നേക്കണം. 2ാമത്തെ പുത്രന എബ്രയീം. വേഗത്തിൽ നിർത്താം. എബ്രയീം മനേഷ്യ ഉണ്ടായപ്പോൾ യോസഫ് എല്ലാം അങ്ങ് മറന്നു കഴിഞ്ഞപ്പോൾ ഒരുത്തനുണ്ടായി എബ്രയീം എന്ന വാക്കിൻ്റെ അർത്ഥം വർധനവെന്ന. ഞാനിങ്ങനെ പറഞ്ഞത്, നീ ചിലതൊക്കെ മറക്കുകയാണെങ്കിൽ വർധനവ് തരും. ചിലതൊക്കെ മറക്കുകയാണെങ്കിൽ എന്നാ ഗതിയും ഗത്യന്തരമില്ലാതെ ചിലത് പോകുന്നത്. പിടിവാശിയല്ലേ. എല്ലാ കാര്യവും ഞാൻ ക്ഷമിക്കാം. അത് മാത്രം ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് പാസ്റ്ററും കമ്മിറ്റിക്കാരും എൻ്റെ വീട്ടിലിനി കയറിയാൽ ഞാൻ വാക്കത്തേക്ക് ഓരോന്നിൻ്റെ കുതികാല് നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. നിങ്ങൾക്ക് എന്നെ കോത്തല ബേബിയെ പറ്റി അന്വേഷിക്കണം. കുരോപ്പട തങ്കച്ചൻ ആരാന്ന് നീ രക്ഷപ്പെടുകയില്ല. ചിലതൊക്കെ മറന്നാൽ, ഉപേക്ഷിച്ചാൽ, വിട്ടുകളഞ്ഞാൽ ദൈവം നിനക്ക് വർധനവ് തരും. മനേഷ്യ ഉണ്ടായപ്പോൾ പലതും മറന്നപ്പോൾ അടുത്ത കൊച്ചനെ കൊടുത്തു. എബ്രയീം വർധനവെന്ന. ഓടിച്ചു പറയാം, എബ്രയീം എന്ന വാക്കിന്റെ ഒരർത്ഥം വർധനവെന്ന. ചരിത്രം എബ്രയീമിനെ പറ്റി പഠിക്കുന്നത് ക്ഷാമകാലം വരുന്നതിന് മുമ്പ് ജനിച്ചതാ. ഇവൻ അമ്മയുടെ ഉദരത്ത് വെച്ച് തന്നെ മുടന്തനായിരുന്നെന്ന എബ്രയീമിന്റെ അമ്മ ആസനത്ത് പ്രസവ സമയത്ത് അകത്ത് കുഞ്ഞ് മുടന്തിക്കിടന്നുകൊണ്ട് പ്രസവദ്വാരത്തെങ്കിൽ എത്തിയില്ലെന്നാ വായിച്ച്. ഹോശയ പ്രവചനം 13:13. പെട്ടെന്ന് ഹോശയ 13:13 വേഗത്തിൽ. ഇനി ചടികടാന്ന് വായിച്ചോണം. പെട്ടെന്ന് വായിച്ചോ. നോവ് കിട്ടിയ സ്ത്രീയുടെ വേദന അവനുണ്ടാകുവാൻ ബുദ്ധിയില്ലാത്ത മകൻ. അടുത്ത വാക്യം. അവൻ സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തെങ്കിൽ എത്തുന്നില്ല. അമ്മയുടെ ഉദരത്തിൽ മുടന്തി കിടന്നത് കൊണ്ട് ടൈമായപ്പോൾ കുഞ്ഞ് ഗർഭദ്വാരത്തെങ്കിൽ എത്തിയില്ല, മുടന്തായിരുന്നെന്ന. അത് തെളിയിക്കുന്ന ഒരു വാക്യം കൊണ്ട് 11:2 വായിച്ചേ. ഹോശയ മുടന്തുണ്ടായിരുന്നു തെളിയിക്കുക. 11:2. അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നു പോയി. അടുത്തത് ബാൽബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു. ഞാൻ എബ്രയീമിനെ വായിച്ചു താഴോട്ടുണ്ടെന്നത്. അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടക്കാൻ ശീലിപ്പിച്ചു. ഞാൻ ഇടയ്ക്കത്തെ ഭാഗമെല്ലാം അങ്ങ് വിടാൻ പോവാ.
അപ്പം മുടന്തുണ്ടായിരുന്ന ഈ മുടന്തുള്ള കൊച്ച് മുടന്തുള്ളത് കൊണ്ട് സമയത്ത് ഗർഭദ്വാരത്തിലെത്തിയില്ല. പ്രസവത്തിന് ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ സൂതികർമ്മിണികൾ പറഞ്ഞു, കുട്ടിക്ക് മുടന്തുണ്ട്, കുട്ടിയും തള്ളയും കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, കുട്ടി മിക്കവാറും എൻ്റെ ഭാഷ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. യോസേപ്പ് ദൈവത്തോട് അപേക്ഷിച്ച്, കർത്താവേ, മുടന്തം കൊണ്ടെങ്കിലും കുഴപ്പമില്ല, ഊനമുണ്ടെങ്കിലും കുഴപ്പമില്ല, ആയുസോടെ തരണം. ഈ പ്രാർത്ഥന സ്വർഗം കേട്ടു, എബ്രാഹിമിന് ലഭിച്ചു. അവൻ ഈ മുടന്തുള്ള കൊച്ചിനെ ഉയർത്തിയച്ച് പറഞ്ഞു, ദൈവം ഇതിനെ വർദ്ധിപ്പിക്കണം. എന്തിനേറെ ദൈവം തമ്പുരാൻ എബ്രാഹിമിനെ വർദ്ധിപ്പിച്ചു. ഇന്ന് രാത്രിയിൽ നിനക്ക് പ്രയാസമുള്ളത്, നിന്നെ കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ഇന്ന് രാത്രി തൃക്കരങ്ങളിലേക്ക് കൊടുക്ക്. മനോദുഃഖത്തോടെ മനോവേദനയോടെ വന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഇതിനകത്ത് കാണ്. കുഞ്ഞുങ്ങളുടെ വിഷയം, തലമുറയുടെ വിഷയം, കുടുംബത്തിന്റെ വിഷയം, സാമ്പത്തിക വിഷയം, ശുശ്രൂഷയുടെ വിഷയങ്ങളിലൊക്കെ ഞരങ്ങി ഭാരപ്പെടുന്ന പലരും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. നിന്റെ ഭാരമേറിയ വിഷയം ഈ രാത്രി കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്ക്. എല്ലാം നന്നായി ചെയ്യുന്ന ദൈവം ഇന്ന് രാത്രി പരിഹരിക്കും. ഉയർത്തി വെച്ച് പറഞ്ഞു വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥന സ്വർഗം കേട്ടു. എബ്രാഹിമിനെ അങ്ങ് വർദ്ധിപ്പിച്ചു. ഇടയ്ക്കത്തെ ഭാഗമെല്ലാം അങ്ങ് വിടുക. വർദ്ധിപ്പിച്ചതിൻ്റെ പ്രധാന തെളിവാ, മരിക്കാൻ നേരത്ത് യോസേപ്പിൻ്റെ പിള്ളേരെ യാക്കോബ് കൈ വണച്ച് വെച്ച് അങ്ങ് അനുഗ്രഹിച്ചു. അല്ല, ഞാൻ വിവരിക്കുന്നില്ല, ഇങ്ങനെ വെച്ച് അനുഗ്രഹിച്ചു. വലത് കൈയെടുത്ത് ഇളയവനാകുന്ന എബ്രാഹിമിൻ്റെ തലയിലും ഇടം കൈയെടുത്ത് മൂത്തവനാകുന്ന മനശ്ശയുടെ തലയിലും കൈ വണച്ച് വെച്ചു. അതൊക്കെ നിന്ന് പറയേണ്ടതാ. കൈ വണച്ച് വെച്ച് കൊച്ചുങ്ങളെ അനുഗ്രഹിച്ചൊരു വാക്യമുണ്ട്, എബ്രാഹിമിനെ മനശ്ശയ്ക്ക് മുമ്പനാക്കി. അങ്ങനൊരു വാക്യമുണ്ട്, വായിച്ചേ. 48-ാം അധ്യായത്തിന്റെ 20 തോന്നുന്നു. യോസേഫ് അപ്പനോട്, അങ്ങനെയല്ല എന്റെ അപ്പ, ഇവനല്ലോ ആദ്യജാതൻ, ഇവന്റെ തലയിൽ വലം കൈ വെക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അവന്റെ അപ്പൻ സമ്മതിക്കാതെ. അപ്പനെ പ്രാർത്ഥന പഠിപ്പിക്കുക. അപ്പച്ച അങ്ങനല്ല അപ്പച്ച പ്രാർത്ഥിക്കുന്നത്. അപ്പച്ചൻ പറഞ്ഞ പോടാ മിണ്ടാടാ, ഞാൻ ഒറ്റയ്ക്ക് ഓൺലൈൻ നടത്തിയവനാ. നീ ഓൺലൈൻ പ്രാർത്ഥനയ്ക്ക് വന്നേച്ച് 12:30 ആയപ്പോൾ മണ്ണും പടവും നിന്നേച്ച് തലം കാലിയാക്കിയവനാ. പോകുന്നത് പിന്നെ ഒരു 3 മണ്ണും കൂടെ എടുത്തോണ്ടാ നീ ആരും കാണാതെ മിണ്ടുന്നില്ല. സ്തോത്രം. ചിലരൊക്കെ ഊറിയ ശരീരം ആവശ്യത എങ്ങനെ അറിഞ്ഞെന്നാ എന്നെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം, നീ മണ്ണടിച്ച് മാറ്റിയവനാന്ന്. അപ്പൊ പറഞ്ഞ് ഞാന് ഒറ്റയ്ക്ക് ഓൺലൈൻ നടത്തിയവനാ, എന്നെ പ്രാർത്ഥനയൊന്നും പഠിപ്പിക്കണ്ട, എനിക്കറിയാം. അങ്ങനെ കൈ പണച്ചു വെച്ചു. അടുത്ത വാക്യം, ഇവനും ഒരു വലിയ ജനമായി തീരും. അവനും ഒരു വലിയ ജനമായി തീരും. അടുത്ത വാക്യം, ഇവനും വർദ്ധിക്കും. എന്നാൽ എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും. വേദപുസ്തകം നിങ്ങൾ പഠിച്ച എല്ലായിടത്തും ഈ അനിയന്മാരെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഇശ്മായേലാ മൂത്തത്, പക്ഷേ വകുപ്പ് കയറി വന്നത് അനിയൻ ഇസഹാക്കിന. ഏശാവാ മൂത്തത്, പക്ഷേ സമയമായപ്പം ദൈവം യാക്കോബിനെ. പിന്നെ അത് തന്നെ ഇവിടെ നടക്കുന്നത്. രൂപേനാ മൂത്തത്, മൂപ്പാനം പറഞ്ഞിരിക്കുന്നതേ ഉള്ളു. സംഭവം എടുത്ത് ചെറുക്കന് കൊടുത്തു. വായിച്ചേ. ഇവനും ഒരു ആകും. പിന്നെ അവന്റെ സന്തതി ജനസമൂഹമായി തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു. ദൈവം നിന്നെ എഫ്രയീമിനെയും മനശ്ശെയെയും പോലെ ആക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേലിയർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് എഫ്രയീമിനെ മനശ്ശെയ്ക്ക് മുമ്പനാക്കി. ഒരു ചിന്ത പറഞ്ഞ് ഇന്ന് നിർത്താം. ഇന്ന് അതേ ഓക്കുവൾ എന്നോട് ക്ഷമിക്ക്. എല്ലാവരും വിഷമിക്കുന്നു. അതുങ്ങളെല്ലാം നിന്ന് എന്നെ പ്രാകും. ഈ കാലനെ നിർത്താനൊന്നും അറിയാൻ മേല, ഇയാൾ ബോധമുള്ളവനല്ല, ഇങ്ങനെ ബോധമില്ലാത്തവനെ ഇനി മേലിൽ വിളിക്കരുത്, അയാൾ ഇറങ്ങി വരട്ടെ, 2 വർത്താനം എന്ന് പറഞ്ഞേച്ചേ. ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ അറിയാം. പിന്നെ ഇവരാരും എന്നോട് പറഞ്ഞതല്ല. ഇനിയും കഴിക്കണം, ഭക്ഷണം ഉണ്ടാക്കുന്നവർ വേണം എന്നെ പ്രാകും. ഞങ്ങളിതെല്ലാം കഴിഞ്ഞേച്ച് തിരിച്ചു പോകേണ്ടതാ. ഈ മുടിഞ്ഞവൻ നിർത്തുന്നുമില്ല. അയാൾ എവിടെങ്ങാനും വയ്യ, എവിടെങ്ങാനും മലന്ന് കിടക്കാനുള്ളതിന് ഇങ്ങോട്ട് ഇതൊക്കെയായി പറയുന്നത് എനിക്ക് കാണുമ്പോൾ അറിയാം. പിന്നെ കൊള്ളാം. അതുകൊണ്ട് ഞാനങ്ങനെ എന്തോ 10 മണിയായില്ലേ? മതി, ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം. ബാക്കി ദൈവം അയച്ചു വാങ്ങാനും ഒക്കെ ആരോഗ്യം തന്ന അവസരം കിട്ടുകയാണെങ്കിൽ മറ്റു ദീനവും തെണ്ണവും ഇല്ലാതെ താൻ്റെ വരെ താമസിച്ചാൽ പിന്നീട് എങ്ങാനും വിളിക്കുകയാന്നേ പറയാം. അത് മതി. അറിയുന്നതുകൊണ്ട് വിളിയൊക്കെ നിർത്തോ. ഈ കപ്പും കടയില്ലാത്തതിനെ വിളിച്ചേച്ച് മനുഷ്യനെല്ലാം ദൈവത്തിന് മഹത്വം. എങ്കിലും ചിലർ വചനം ആസ്വദിക്കുന്നു. ദൈവം പെട്ടെന്ന് നടത്താം. 10:30 മുമ്പ് ആശീർവാദം പറഞ്ഞ് എല്ലാവർക്കും പിരിയാം. അപ്പൊ ശ്രദ്ധിക്കുക, എബ്രാഹിമിനെ മനശ്ശെയ്ക്ക് മുമ്പനാക്കിയെന്ന അതൊരു വലിയ മർമ്മമാ.
ഏറ്റവും മൂത്തത് രൂബേനാ. രൂബേന്, ശിമയോന്, ലേവി, യഹൂദ. പിന്നെ ഇങ്ങോട്ട് കലാപുലി പോലെ വന്ന് 12 എണ്ണം ബെന്യാമീൻ. അത് കഴിഞ്ഞാച്ച് 2 എണ്ണമാ മനേശയും എബ്രയും. അപ്പം രൂബേൻ മുതൽ ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങേയറ്റത്ത് ഇളയവനാ എബ്രയും. അപ്പൊ അങ്ങേയറ്റത്ത് നിന്നവനെ ദൈവം തമ്പുരാൻ ഏറ്റവും ഫ്രണ്ടി കൊണ്ടുവന്നു. ഓർഡർ അനുസരിച്ച് നിർത്തിയാലേ രൂപൻ മുതൽ ഇങ്ങോട്ട് നിരന്നങ്ങോട്ട് നിന്നാൽ 12 ബെന്യാമിൻ. അത് കഴിഞ്ഞാൽ പിന്നെ മനേശെ, അത് കഴിഞ്ഞാൽ എബ്രയും. 14ാമത്തെ ആളാ എബ്രയും. എൻ്റെ ഭാഷയാ. 14ാമത് നിന്നവനെ ഒന്നേ കൊണ്ടുവന്നു. അതൊന്ന് തെളിയിച്ചേച്ച് അങ്ങ് നിർത്താം. വചനത്തിൽ നിന്നാകുമ്പോ പിന്നെ കൊങ്ങായിക്ക് പിടിക്കുകയല്ലോ. യാക്കോബ് ഈ അനുഗ്രഹം കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു പദം പറഞ്ഞു, മോനെ ഞാൻ മിസ്രൈമിൽ വരുന്നതിന് മുന്നേ നിനക്ക് 2 പിള്ളേര് ജനിച്ചെന്ന് ഞാൻ കേട്ടു. അതേ അപ്പച്ചാ, ഞാൻ കേട്ടു, കൊച്ചുങ്ങളെ കണ്ടൊന്നുമില്ല. എടാ കൊച്ചുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പോൾ യോസേപ്പ് അപ്പന്റെ അടുക്കലോട്ട് കൊച്ചുങ്ങളെ 2നെയും കൊണ്ട് പിടിച്ചോണ്ടാ ചെന്നത്. അപ്പന്റെ അടുക്ക വെറുതെ വരരുത് കേട്ടോ. പ്രായമുള്ള അപ്പനെ അമ്മയും കാണാൻ പോകുമ്പോൾ കുറഞ്ഞത് 1 കിലോ മുന്തിരിങ്ങ എങ്കിലും, അല്ലാതെ അപ്പച്ചൻ്റെ ഇരിക്കുന്ന പൈസയും കൊണ്ട് അടിച്ചു മാറ്റാൻ ചെല്ലരുത്. ചായ പെൻഷൻ കിട്ടിയത് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബിരുദന്മാരൊക്കെ ഇതിനകത്തുണ്ട്. എടാ നീ ആദ്യം തന്തയ്ക്ക് കൊടുക്ക്, തന്തയുടെ ഒന്നും അടിച്ചു മാറ്റാൻ ചെല്ലുക. വെറും കൈയായിട്ട് ചെല്ലരുത്. ചുരുക്കി പറഞ്ഞാൽ പിള്ളേര് മാറ്റി വന്നു. അപ്പം അവിടെ അപ്പൻ പറയുന്നൊരു പദമുണ്ട്, രൂബേനും ശിമയോനും എന്നതുപോലെ ഈ പിള്ളേര് എനിക്കുള്ളവരാകട്ടെന്ന് 5-ാം വാക്യം 5. മിസ്രൈമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുമ്പേ ഓടിച്ചു വായിച്ചോ. നിനക്ക് മിസ്രൈം ദേശത്ത് വെച്ച് ജനിച്ച 2 പുത്രന്മാരായ മനശ്ശെയും എഫ്രയും എനിക്കുള്ളവരായിരിക്കണം. രൂബേനും ശിമയോനും എന്നതുപോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ എന്ന് പറഞ്ഞ രൂബേന്റെയും ശിമയോന്റെ അവകാശമെടുത്ത് ഈ കൊച്ചങ്ങൾക്ക് ഞാൻ കൊടുക്കാൻ പോവാ. ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടങ്ങോട്ട് നിർത്തിയപ്പം അപ്പൻ കൈ പണച്ചു വെച്ചേച്ച് എബ്രഹിമിനെ മനശ്ശയ്ക്ക് മുമ്പനാക്കി എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠാവകാശം രൂപേനുള്ളതാ. ജ്യേഷ്ഠാവകാശം ഇരട്ടിപ്പങ്ക്, പുത്രത്വം, കുടുംബനായകൻ, ജനനായകൻ, തലേക്കെട്ട്, മോതിരം, മോതിരം, അടി, കോച്ചാരുടെ ഇത് ഒത്തിരി ഉണ്ട്. ആ മുഴുവൻ അവകാശവും എടുത്ത് രൂപൻ പാപം ചെയ്തു. 35 ഇസ്രായേല് കേട്ടു. അതൊന്നും വിവരിക്കുന്നില്ല. ആ വിഷയത്തിൽ ഇവന്റെ ജ്യേഷ്ഠാവകാശം അപ്പനിഞ്ഞെടുത്തു. എടുത്തേച്ചത് യോസേപ്പിന് കൊടുത്തു. ഒരു തെളിവിനൊരു വാക്യമായിര് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചേ. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അടുത്തത് അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. അടുത്തത് ജ്യേഷ്ഠാവകാശമോ യോസേഫിന് ലഭിച്ചു. യോസേഫിന് കൊടുത്തു. രൂപന്റെ ജ്യേഷ്ഠാവകാശമാ. ഇവൻ കൃത്യാഭിലോപം കാണിച്ച് പ്രമാണം തെറ്റിച്ചത് കൊണ്ട് ഇവന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് യോസേപ്പിന് കൊടുത്തു. ഈ യോസേപ്പിന് കൊടുത്തെങ്കിൽ യോസേപ്പിൽ നിന്ന് അതെടുത്ത് പിള്ളേർക്ക് കൊടുത്തു. 1-ാം വാക്യം വായിച്ചേ. 5-1. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂപേൻ അവനല്ലയോ ആദ്യജാതൻ. അവൻ തന്നെ അപ്പന്റെ കിടക്കയെ അശുദ്ധമാക്കിയത് കൊണ്ട് എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയ്യയെ അശുദ്ധമാക്കിയത് കൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർക്ക് യോസേഫിന്റെ പിള്ളേർക്ക് കൊടുത്തത്. ഓർഡർ നോക്കിയോ. രൂപന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് യോസേഫിന് കൊടുത്തു. യോസേഫിൽ നിന്ന് അതെടുത്ത് യോസേഫിന്റെ പിള്ളേർക്ക് കൊടുത്തു. ആ പിള്ളേര് മനശ്ശയെ പറയുമാ. ആ പിള്ളേരിന്ന് തന്നെ അതെടുത്ത് എബ്രഹിമിന് കൊടുത്തു. ഒരു വാക്യം ഒന്ന് വായിച്ചേ. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേ. യിരെമ്യാവ് 31:9. അവർ കരഞ്ഞും കൊണ്ട് വരും, യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും. അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും. ഞാൻ ഇസ്രായേലിന് പിതാവും
എഫ്രൈം എന്റെ ആദ്യജാതനമല്ലോ. എഫ്രൈം എന്റെ ആദ്യജാതനാണെന്ന്. ആദ്യജാതൻ രൂപേന ആ പറവി മാറ്റിയച്ച് അവൻ ആദ്യജാതനാക്കി എഫ്രൈമിനെ ദൈവം കൊണ്ടുവന്നു. ഇതാണ് എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്. പുറജാതി സ്ത്രീ ജനിച്ചവൻ, അന്യദേശത്ത് ജനിച്ചവൻ, മുടന്തുണ്ടായിരുന്നവൻ, അപാകതയുണ്ടായിരുന്നവൻ, എണ്ണം പിടിച്ചാൽ 14-ാമത്തവൻ, ആർക്കും വേണ്ടാത്തവൻ, വെറുക്കപ്പെട്ടവൻ, ത്യജിക്കപ്പെട്ടവൻ, ജന്മന അപാകതകളും വൈകല്യങ്ങളും ഉള്ളവനാ. പക്ഷെ അവന് സ്വർഗം കണ്ടു. യിരെമ്യാ പ്രവചനം 31:20 വായിച്ച് നിർത്താം. യിരെമ്യാ പ്രവചനം 31:20 വായിര്. എഫ്രയീമിന്റെ വാത്സല്യപുത്രനോ, എഫ്രയീമിന്റെ വാത്സല്യപുത്രനോ, ഓമനക്കുട്ടിയോ, ഓമനക്കുട്ടിയോ. ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെ പിന്നെ അവനെ കുറിച്ച് എന്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. എന്റെ പ്രിയരെ, ഉന്നതന്മാരും മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും നോക്കി നിൽക്കെ. സ്വർഗത്തിലെ ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് അവര് നോക്കി നിൽക്കുന്നതിനെ ഒന്നാം തരത്തിൽ കൊണ്ടുവന്നു. ഇന്ന് രാത്രി അറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്ക. എന്റെ ഭാഷ പറഞ്ഞ കുടുംബത്തിൽ പിറന്നവരും കുടുംബത്തിൽ ജനിച്ചവരും അരിസ്റ്റോക്രാറ്റുമാം, എനിക്ക് ഉന്നതന്മാരും സാമ്പത്തിക ഭദ്രതയും ഒക്കെയുള്ളവർ മിടുമിടുക്കന്മാർ. അത് തെറ്റാണെന്നല്ല. അങ്ങനെയുള്ള മിടുക്കന്മാരും ഉന്നതന്മാരും ഒക്കെ കിടക്കുന്ന നടുവിൽ ആർക്കും വേണ്ടാതെ അന്യദേശത്ത് ജനിച്ച് പുറജാതി സ്ത്രീയിൽ ജനിച്ചപ്പോൾ അപാകതയും ന്യൂനതകളും പാകപ്പെടുകളുമുള്ള എന്നെയും നിന്നെയും ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്ത്, പ്രൈസ് ദി ലോർഡ്, ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്ത് ഇന്ന് രാത്രി നമ്മെ മുൻനിരയിൽ കൊണ്ടുവന്നിരിക്കുക. ഓർത്തോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. ഒരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്നപ്പോൾ, എല്ലാവരും നിന്നെ വെറുത്തപ്പോൾ, തള്ളിക്കളഞ്ഞപ്പോൾ, ഉപേക്ഷിച്ചപ്പോൾ, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്ന് ഈ പദവി തന്നു, ഭാഗ്യം തന്നു. യേശു നമ്മെ രക്ഷിച്ചു. ഇതാണ് കാൽവരിയിൽ നടന്നത്. അവന് പാപത്തിന്റെ പടുകുടിയിൽ, പിശാചിന്റെ പിടിയിൽ, പാപത്തിന്റെ മുടന്ത് പേറി എല്ലാവരാലും വെറുക്കപ്പെട്ട് കിടന്ന എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്ത് ആദിജാതന്റെ പദവി തന്നെങ്കിൽ വിശ്വസ്തരായി, വിശുദ്ധരായി, പ്രമേണത്തിന് വേണ്ടി നിൽക്കുന്നവരായി, വേർപാട് പാലിച്ച് കർത്താവിനെ സേവിക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ഒരു പഴയ പാട്ടിന്റെ 2 ചരണമേ പാടുന്നുള്ളു. ഇരുന്നോണ്ടങ്ങ് പാടി നമുക്കങ്ങ് പിരിയാം. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നിമിഷം, മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നിമിഷം. കാകളധോനിയിങ്കൽ കാകളധോനിയിങ്കൽ ഓ കാകളധോനിയിങ്കൽ കാകളധോനിയിങ്കൽ ചടുചേടെ ഉയർത്തിടും തിരുമുഖം കാണുവാൻ, ചടുചേടെ ഉയർത്തിടും തിരുമുഖം കാണുവാൻ. ദൂതരെല്ലാം ഗീതം പാടും തന്റെ വരവിൽ. ദൂതരെല്ലാം ഗീതം പാടും തന്റെ വരവിൽ. ആർത്തും ഘോഷിക്കും, ആർത്തും ഘോഷിക്കും, ആർത്തും ഘോഷിക്കും, ആർത്തും ഘോഷിക്കും. ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ, ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് സ്തോത്രം ചെയ്തതിന് ശേഷം നമുക്ക് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കാം. ഒക്കുന്നെങ്കിൽ ആക്കമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തി വീശി ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വീശി. എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം.